ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ എന്താ പറയുക, ഒരു ക്രാക്കിംഗ് വിജയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും കിടിലം പീക്കായിട്ടുള്ളൊരു വിജയം തന്നെയാണ് നിലവിൽ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയേക്കണ. ഗോൺസാലോ ഗാർസിയ എന്താ പറയുക, വാട്ട് എ പ്ലെയർ. ആൾക്ക് ചാൻസുകൾ ഇല്ലായിരുന്നു, പക്ഷെ ഒരു അവസരം കൊടുത്തു, ആളത് മുതലെടുത്തു എന്നുള്ളതാണ്. അത്രയും കിടിലം ഫിനിഷിംഗ് ആയിരുന്നു. എല്ലാ ഗോളും ഒന്നിനൊന്ന് മിച്ചമായിരുന്നു പറയാം. ഈ ഒരു ട്രാപ്പ് ചെയ്ത് അടിച്ചത് അത് അത്രയും ഒരു കിടിലം ഗോൾ തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു പൊട്ടൻഷ്യലുള്ള സ്ട്രൈക്കർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ആളത് നല്ല രീതിയിൽ തന്നെ അത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നല്ലൊരു അസിസ്റ്റ് ഉണ്ടായിരുന്നു റോഡ്രിഗോന്റെ ഭാഗത്തുനിന്ന്, അതും കിടിലൻ തന്നെയായിരുന്നു. പിന്നെ നമുക്കറിയാം റോഡ്രിഗോന് ഇപ്പൊ നിരന്തരമായിട്ട് ചാൻസുകൾ കൊടുക്കുന്നുണ്ട് സാബി അലൻസോ. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറയാം വേണമെങ്കിൽ. ടീമിൽ തന്നെ ആളുടെ ഭാഗത്തുനിന്ന് അസിസ്റ്റുകൾ തന്നെയുണ്ട്, ഡ്രിബ്ലിംഗ് ഉണ്ട്, എല്ലാം കൊണ്ടും ഒരു കിടിലം പ്ലെയർ തന്നെയാണ് നമുക്കറിയാം. പക്ഷെ ആൾക്ക് അധികം ചാൻസുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നിലവിലിപ്പോ നന്നായിട്ട് തന്നെ ആൾ കളിക്കുന്നുണ്ട്. പിന്നെ ഗോൺസാലോ ഗാർസിയ, വാട്ട് എ പ്ലെയർ. എന്താ പറയാ, 3 ഗോളും എടുത്തു പറയേണ്ട തന്നെയായിരുന്നു. അങ്ങനത്തെ സ്റ്റാറ്റസ് ഉള്ള 3 ഗോളും കിടിലനായിരുന്നു. ആള് ഒരു എന്താ പറയാ, ചൈൽഡ്ഹുഡ് റിയൽ മാഡ്രിഡ് ഫാനാണെന്ന് പറയാം. അത്രയും കിടിലൻ കളി തന്നെയാണ് ആള് കളിച്ചത്. ആ 3 ഗോളിലും ആളുടെ ആ ഒരു ക്വാളിറ്റി അറിയാം. എന്താ പറയാ, റയൽ മാഡ്രിഡ് ഇങ്ങനത്തെ ഒരു സ്ട്രൈക്കർ ഇപ്പൊ ഇല്ല. അതിപ്പോ തിരിച്ചു വന്നു എന്നുള്ളതാണ്. കാരണം എല്ലാ എന്താ പറയാ, ഹെഡ് ചെയ്യാനും വീക്ക് ഫുഡ് ഇല്ലാത്തതും എല്ലാ രീതിയിലും ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് നിലവിലിപ്പോ ഗോൺസാലോ ഗാർസിയ. അപ്പൊ ആൾക്ക് എന്തായാലും ഇനി ചാൻസുകൾ കിട്ടും. എംബാപ്പ വന്നാലും എനിക്ക് തോന്നുന്നു ഒരു ഡബിൾ സ്ട്രൈക്കർ വെച്ച് കളിക്കാനായിരിക്കും സാബിയുടെ പ്ലാൻ. കാരണം അത്രയും കിടിലം ഈ പ്ലെയർ ആണ് ആള്. ഹെഡറും റൈറ്റ് ഫുഡ് ലെഫ്റ്റ് ഫുഡ് എല്ലാം ഒരു വെറൈറ്റി ഫിനിഷിംഗ് ആയിരുന്നു. ടോട്ടലി ആൾ എന്താ പറയാ, ഒരു ബ്ലാസ്റ്റ് ആണെന്ന് പറയാം. അത്രയും കിടിലം പെർഫോമൻസ് ആണ് ആള് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡിന് ഇപ്പൊ എന്താ പറയാ, അല്ലെങ്കിൽ സാബിയുടെ സിസ്റ്റത്തിൽ വേണ്ട ഒരു എന്താ പറയാ, ഒരു കറക്റ്റ് പ്ലെയർ ആണ് ആള്. ആൾക്ക് എല്ലാ എബിലിറ്റി ഉണ്ട്. ഫിനിഷ് ചെയ്യാനും പറ്റും, ഡ്രോപ്പ് ചെയ്ത് ബോൾ കളിക്കാനും പറ്റും. ഒരു എന്താ പറയാ, എല്ലാം തികഞ്ഞ സ്ട്രൈക്കർ തന്നെയാണ് ആള്. പിന്നെ ബെല്ലിഹാമിന്റെ ഒരു കിടിലം പെർഫോമൻസ് വൺസ് അഗൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ആള് എന്താ പറയാ, ടോപ്പ് ക്ലാസ് ആണ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അത്രയും കിടിലം പെർഫോമൻസ് തന്നെയാണ് ആള് കാഴ്ചവെച്ചത്. നമുക്കെല്ലാം അറിയാവുന്നതാണ് ആളുടെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് മൊത്തം ഓടി നടന്ന് കളിക്കുന്നതാണ്. അത്രയും ഒരു കിടിലം പ്ലെയർ തന്നെയാണ് ആള്. പഴയ ആരെയൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ആളുടെ ഭാഗത്തുനിന്ന് വന്നതെന്ന് പറയാം. അത്രയും ഒരു ടോപ്പ് ക്ലാസ് പ്ലെയർ തന്നെയാണ് നിലവിൽ ജൂഡ് ബെല്ലിഹാം. പക്ഷെ പലരും പല ഹേറ്റേഴ്സും ആളെ തളർത്താൻ നോക്കാറുണ്ട്. പക്ഷെ ആൾ എന്തായാലും ഒരു കിടിലം പ്ലെയർ തന്നെയാണ്. എപ്പോഴും ആളുടെ പെർഫോമൻസ് ഉണ്ടാവും. ഇപ്പൊ ഇന്നലെ കളിച്ചത് ഒരു എന്താ പറയാ, ലെഫ്റ്റ് മിഡ് ആയിട്ടാണ്. എന്നിട്ടും ആള് ഓവറോൾ കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഗ്രൗണ്ട് ഗോൾസ് പിന്നെയും ടീമിന് വേണ്ടി അല്ലെങ്കിൽ ആ ബാഡ്ജിന് വേണ്ടി മൊത്തത്തിൽ എന്താ പറയാ, ഒരു 100% കൊടുത്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അതെപ്പോഴും ഉള്ളതാണ്. പിന്നെ റാവുൾ അസൻസിയോ കുറെ നാളായിട്ടൊന്നും ഇല്ലായിരുന്നു, ആളുടെ ഒരു ഗോൾ വന്നു. അപ്പൊ ടോട്ടൽ ഒരു പീക്കായിട്ടുള്ള കളിയായിരുന്നു റയൽ മാഡ്രിഡിന്. പിന്നെ ബാഴ്സയുടെ ഒരു 2-0 എസ്പാനിയോളെ തോപ്പിച്ചതാണ്. ഒരു എന്താ പറയാ, ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം. ബാഴ്സ ജയിച്ചു, പക്ഷെ ഒരു ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഒരു വൺ മാൻ ഷോയുടെ ബലത്തിൽ മാത്രമാണ് ജയിച്ചതെന്ന് പറയാം. കാരണം അത്രയും സേവുകളായിരുന്നു ഈ ജോൺ ഗാർസിയ എടുത്ത് കൂട്ടുന്നത്. കാരണം ആളൊരു മയില്ലാത്ത പ്ലെയർ ആണെന്ന് ആള് കാണിച്ചു എന്നുള്ളതാണ്. എന്തോരം സേവുകളായിരുന്നു ആളുടെ ഭാഗത്തുനിന്ന്. ആളില്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ സമനിലയോ ഒരു തോൽവിയൊക്കെ ആയേനെ. കാരണം എസ്പാനുള്ള അത്രയും നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആളുടെ ഒരു ബ്രില്യന്റ് പെർഫോമൻസ് തന്നെയായിരുന്നു. ഒരു കറക്റ്റ് പ്ലെയർ തന്നെയാണ് ബാഴ്സലോണ ചൂസ് ചെയ്തേക്കുന്നത്. അത്രയും കിടിലൻ പ്ലെയർ ആണ് ആൾ. ഓവറോൾ ബാഴ്സക്ക് വേണ്ടി നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഒരു ടോപ്പ് പ്ലെയർ തന്നെയാണ്. അപ്പൊ ബാഴ്സലോണ ബാക്ക് ടു ഒന്നാമത് തന്നെ വന്നിട്ടുണ്ട് അവര്. ഒരു പക്ഷേ ആളില്ലെങ്കിൽ ചിലപ്പോൾ പോയിന്റ്സ് ഡ്രോപ്പ് ആയനെന്നുള്ളതാണ്. പിന്നെ ഫെമിൻ ലോപ്പസ് എന്താ പറയാ, ഒരു കിടിലം പ്ലെയർ തന്നെയാണ്. എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു മറ്റൊരു പ്ലെയർ ആണെന്ന് തോന്നുന്നു ബാഴ്സലോണ. അത്രയും കിടിലം കളിയാണ്. ആൾക്ക് കിട്ടുന്ന അവസരം എല്ലാ ആളും നന്നായിട്ട് തന്നെ കളിക്കാറുണ്ട്. ടീമിന് വേണ്ടി എന്താ ഒരു ടോട്ടലായിട്ട് 100% കൊടുക്കുന്ന അടുത്തൊരു പ്ലെയർ ആണ്. അൺറേറ്റഡ് തന്നെയാണ്. കാരണം ഒരു ചെൽസിയൊക്കെ നോക്കിയതാണ്. കാരണം പ്ലെയർ ക്വാളിറ്റി എല്ലാവർക്കും അറിയാം. നമ്മൾ നേരത്തെ ആരെയൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് പതിയെ പുള്ളിയുടെ കളി കാണുമ്പോൾ. കാരണം പാസിംഗ് ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും ടീമിന് എന്താ പറയുക, ഫോക്കസ് ചെയ്യാൻ പറ്റിയൊരു കിടിലം പ്ലെയർ തന്നെയാണ്. അത്രയും ടീമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും, ഗോൾ അടിക്കും, അസിസ്റ്റ് ഇടും, എല്ലാം കൊണ്ടും ഒരു ടോപ്പ് ക്ലാസ് പ്ലെയർ തന്നെയാണെന്ന് പറയാം. അത് മാത്രമല്ല, പല കളിയിലും ആൾ തിളങ്ങാറുണ്ട്. ഇന്നലെയും ആളുടെ 2 അസിസ്റ്റ് ഉണ്ടായിരുന്നു. ഡാനി ഓൾമോന്റെ ഒരു കിടിലം ഗോൾ തന്നെ ഇരുന്നത്. എന്താ പറയുക, ഒരു ക്ലാസ് ആയിരുന്നു ആളുടെ ആ ഒരു സ്ട്രൈക്ക് എന്ന് പറയാനായിട്ട്. ആ ഒരു കർവൊക്കെ ഉള്ള ഒരു ഗോള്, കിടിലം ഗോൾ തന്നെ ഇരുന്നെന്ന് പറയാം. പിന്നെ ലെവൻഡോസ്കിയുടെ ഒരു ഗോള്. ലെവൻഡോസ്കി നമുക്കറിയാം കുറച്ച് ക്രിറ്റിസൈസും ഒക്കെ ഉണ്ട് ആൾക്കെതിരെ. പിന്നെ ഡാനി ഓൾമോന്റെ ആ ഒരു ഗോളാണ് അത്രയും കിടിലം ഗോൾ തന്നെയായിരുന്നു. ആളുടെ ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് എന്തോ ആയിരുന്നത്.
അത്രയും കിടിലനായിട്ട് തന്നെ അത് കോർണറിൽ പോയി കയറിയെന്നുള്ളതാണ്. അപ്പോൾ ഹാൻസി ഫ്ലിക്കിന്റെ അണ്ടറിൽ ബാഴ്സലോണ എന്തായാലും കുതിച്ച് കയറിക്കൊണ്ടിരിക്കണേണ്. അത്യാവശ്യം കിടിലനായിട്ട് തന്നെ അവർ കളിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ടോപ്പായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. വിൻസ് ആണെങ്കിലും ഡ്രോസ് ആണെങ്കിലും ഗോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ പാക്കേജ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ടീമിനെ കൊണ്ടുപോകുന്നുണ്ട് പുള്ളി.